എൻ്റെ പേര് ഡെയ്സി ജോസ്. ഞാൻ കൊമ്മാടിയിൽ നിന്ന് വരുന്നു. ഞാൻ 2017 ഉടമ്പടി എടുത്ത് എൻ്റെ മോന് ഒരു പരീക്ഷയുടെ ആവശ്യത്തിനാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അവൻ സേഫ്റ്റി ഓഫീസർക്കുള്ള പരീക്ഷയാണ് അവൻ എഴുതിയത്. അതിൽ അവൻ തോറ്റുപോയി. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ എനിക്ക് ഡേറ്റ് തരികയും ചെയ്തു. മോനോട് പറഞ്ഞു, ആ ഡേറ്റിൽ നീ പരീക്ഷ എഴുതിക്കൊള്ളുക, നീ പാസ്സാകും എന്ന് പറഞ്ഞു. അവൻ ആ ഡേറ്റിൽ പരീക്ഷ എഴുതി, അവൻ പാസ്സായി. പിന്നെ രണ്ടാമത്തെ മോന് ജർമ്മനിക്ക് പോകാനായിട്ട്, ഉപരിപഠനത്തിന് ജർമ്മനിക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അച്ഛനെ കാണുകയും ചെയ്തു. അപ്പോൾ ആ അച്ഛൻ പറഞ്ഞു, ഒത്തിരി തടസ്സങ്ങളുണ്ടാകും, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, 22 ലക്ഷം രൂപ വേണം. അപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, സാമ്പത്തികം എവിടെ നിന്നാണ്? ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദരങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്നെ ഇങ്ങനെ ഒന്ന് നോക്കി. അത് കഴിഞ്ഞ് ഞാൻ സഹോദരങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് അവരോട് ചോദിച്ചപ്പോഴത്തേക്ക് ആദ്യമൊക്കെ അവർ തരാമെന്ന് പറഞ്ഞ്, പിന്നീട് അവർ പറഞ്ഞ് അവരെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ലോണിന് വെച്ച്, ലോണും തള്ളിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു, മാതാവേ ഇത് ഞങ്ങൾ എവിടെ നിന്നുണ്ടാക്കും? ഞങ്ങളുടെ ലാകെ 10 ലക്ഷം രൂപയുള്ളൂ, 12 ലക്ഷം രൂപ വേണം. ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൊച്ച് ആഗ്രഹിക്കുകയും ചെയ്ത്. അവൻ അതിനുള്ള പരീക്ഷ എഴുതിയെല്ലാം പാസ്സായി, അതിനുള്ള രൂപയെല്ലാം മുടക്കി. എന്നിട്ടും പൈസ കിട്ടാതെ വന്ന് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് മാതാവ് എൻ്റെ മനസ്സിൽ തോന്നിച്ചു, 2 വ്യക്തികളെ എൻ്റെ മനസ്സിലേക്ക് കാണിച്ചു തന്ന് അവരോട് ചോദിച്ചാൽ മതി, കിട്ടുമെന്ന് പറഞ്ഞ്. ആ പ്രകാരം അവരോട് 2 പേരോട് ഞങ്ങൾ ചോദിച്ചു, ഇത്രയും രൂപ ഞങ്ങൾക്ക് തന്ന് സഹായിക്കാവോ എന്ന് ചോദിച്ചപ്പോൾ അവർ അടുത്ത നിമിഷം ഒന്ന് ചിന്തിക്കുക പോലും ചെയ്തില്ല. എൻ്റെ സഹോദരങ്ങളുടെ മക്കൾ പോലും തരത്തിലെന്ന് പറഞ്ഞ അവസ്ഥയിൽ അവർ അന്യരാണ്. അവർ ഞങ്ങളോട് പറഞ്ഞു, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, കൊച്ചു പോയി രക്ഷപ്പെടാനല്ലേ, തന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ 2 വ്യക്തികൾ ആ പൈസ തന്നതിൻ്റെ ഫലമായിട്ട് അവൻ പോയി. അവിടെ ചെന്ന് അവൻ MBAക്ക് പഠിച്ച് അവൻ പാസ്സായി, നല്ല മാർക്കോടുകൂടി പാസ്സായി. അവന് പാർട്ട് ടൈം ജോലി കിട്ടി. ആ കമ്പനിയിൽ അവനെ അവർ എടുത്തിട്ടുണ്ട്. സ്ഥിരമാക്കി കിട്ടിയിട്ടില്ല, അവർ നേരിട്ട് അവനെ എടുത്തിട്ടുണ്ട്. പിന്നെ മൂത്ത മോന് നെബേഴ്സ് പാസ്സായി, അവന് ജോലിയൊന്നും ഇല്ലാതെ ഇവിടെ നിൽക്കുമായിരുന്നു. അതിനുശേഷം അവൻ ഡൽഹിയിലൊരു ജോലി ശരിയായി പോയി. വെറും 5000 രൂപ ശമ്പളത്തിനാണ് അവൻ അവിടെ നിന്നത്. പിന്നെ അവൻ പിടിച്ച് 1 വർഷം നിന്ന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണ്ടതിന് 1 വർഷം അവൻ പിടിച്ച് നിന്നു. അങ്ങനെ അവൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഇവിടെ വന്ന്, അങ്ങനെ അവൻ ഇവിടെയും പിന്നെയും ജോലിയൊന്നും ആകാതെ അങ്ങനെ നിന്നപ്പം വീണ്ടും ഞാൻ മാതാവിനോട്, അപ്പോൾ എൻ്റെ ആദ്യത്തെ ഉടമ്പടി പുതുക്കാതെ അതിതായി പോയി. എങ്കിലും ഞാൻ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവാസം എടുക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്, അങ്ങോട്ട് അവന് ജോലി ശരിയാകുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ വീണ്ടും പറയുന്നത്, നീ ഉടമ്പടി എടുക്കുവാണെങ്കിൽ അവന് ജോലിയാകും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2019 ഒക്ടോബറിൽ വീണ്ടും ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് അവൻ വീട്ടിൽ നിന്ന് റോഡിലോട്ട് ഇറങ്ങിയപ്പോൾ ഒരു കൂട്ടുകാരൻ, ദുബായിൽ നിന്നൊരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട് ലീവിന്. അവനെ കണ്ടപ്പോൾ അവനോട്, എനിക്കൊരു ജോലിയൊന്നും ആയിട്ടില്ല, എനിക്കൊരു ജോലി നീ ശരിയാക്കി തരാമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ്, ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് ജോലി നിനക്ക് ശരിയാക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നീ വിസിറ്റിംഗ് വിസ എടുത്ത് അങ്ങോട്ട് വരുവാണെങ്കിൽ നിനക്ക് ഞാൻ ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വിസിറ്റിംഗ് വിസ എടുത്ത് ഡിസംബർ 21 ഡിസംബർ 21 അവൻ വിസിറ്റിംഗ് വിസ എടുത്ത് പോയി. ഡിസംബർ 28 അവനെ ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ച്, ആ ഇൻ്റർവ്യൂവിൽ അവൻ പാസ്സായി. 1 അവൻ ജോലിക്ക് കയറി. അവന് ആദ്യത്തെ ശമ്പളം ലഭിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഒരു വിഹിതം കൃപാസനത്തിൽ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വിഹിതം അവൻ കൃപാസനത്തിലേക്ക് തന്നു. വീണ്ടും 6 മാസമായപ്പോഴത്തേക്ക് അവൻ പറഞ്ഞ്, എനിക്ക് ശമ്പളം വർദ്ധിച്ചു മമ്മി. ഞാൻ പറഞ്ഞു, അതിൽ നിന്ന് ഒരു വിഹിതം കൃപാസനത്തിൽ കൊടുക്കണം. അങ്ങനെ തന്നു. 3 വീണ്ടും അവന് ശമ്പളം വർദ്ധിപ്പിച്ചു. അവന് പോലും അതിശയമായിരുന്നു, എനിക്ക് തന്നെയാണ് ഈ ശമ്പളം വർദ്ധിച്ചതെന്ന് അവൻ അവൻ്റെ മാനേജരോട് ചോദിച്ചു. അത്രയ്ക്ക് അത്ഭുതം മാതാവ് എനിക്ക് ചെയ്തു തന്നു. ഒരു പാകിസ്ഥാൻകാരനാണ് അവനെ ഇൻ്റർവ്യൂവിന് അവരുടെ മാനേജർ. അവൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ താഴെ ഒരു പയ്യൻ വണ്ടി ഇടാൻ വേണ്ടി വന്നതാണ്. വണ്ടി ഇടാൻ വന്നപ്പോഴത്തേക്ക് ആ കൊച്ചനോട് ചോദിച്ചു, എടാ നീ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്? അവൻ ഇന്ന കമ്പനി വർക്ക് ചെയ്യുന്നു. അന്നേരം പറഞ്ഞു, എടാ അവിടെ എനിക്കൊരു വേക്കൻസി മേടിച്ച് തരാൻ പറ്റുമോ? അവൻ പറഞ്ഞു, ഞങ്ങളുടെ ബോസിന് ഒരാളെ വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ചേട്ടൻ വാ എന്ന് പറഞ്ഞു. അത് ഞങ്ങളുടെ മാനേജർ ഒരു പാകിസ്ഥാൻകാരനാ എന്നും പറഞ്ഞ് ചേട്ടൻ പേടിക്കുമൊന്നും വേണ്ട, ചേട്ടൻ പോരൂ, അയാൾ നല്ല മനസാക്ഷിയൊക്കെയുള്ള മനുഷ്യനാണ്,
എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവൻ 28-ാം തീയതി ഇൻ്റർവ്യൂവിന് പോകുന്നത്. അപ്പം അവിടെ അതിൻ്റെ വേറൊരു മാനേജർ ഇന്ത്യക്കാരനാണ്. അയാളെ കണ്ടിരുന്നെങ്കിൽ ഈ ജോലി അവന് കിട്ടത്തില്ല. അയാൾ ലീവിന് പോയിരുന്നത് കൊണ്ടാണ് ഈ പാകിസ്ഥാൻകാരൻ ഇവനെ എടുക്കാനുള്ള ഒറ്റ കാരണം. അങ്ങനെ ഇവൻ 28-ാം തീയതി ഇൻ്റർവ്യൂവിന് പോയി. ആ പാകിസ്ഥാൻകാരന് ഇവൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ട്. അവൻ പറഞ്ഞു, നീ 1-ാം തീയതി തന്നെ ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ 1-ാം തീയതി അവൻ ജോലിക്ക് കയറിയത്. പിന്നെ എനിക്ക് 25 വർഷമായിട്ട് മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടായിരുന്നു. അത് ഒരു നേരം ഭക്ഷണം കഴിക്കാതിരുന്നാൽ എനിക്ക് തലവേദന ഉണ്ടാകും. ആ അവസ്ഥയായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് അതിനകത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ 25 വർഷമായ മൈഗ്രെയിൻ തലവേദന പൂർണ്ണമായും എനിക്ക് മാറിക്കിട്ടി. അതിന് മാതാവിനും എൻ്റെ തിരുക്കുമാരനും 1000 നന്ദി ഞാൻ പറയുന്നു. പരിശുദ്ധമയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയാം. ഡേസി ജോസി സഹോദരി പറഞ്ഞ സാക്ഷി ഇതാണ്. മൂത്ത മകന് പരീക്ഷയിൽ, അത് സേഫ്റ്റി ഓഫീസറായിട്ടുള്ള പരീക്ഷയിൽ ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കാണുകയും അച്ഛൻ പറഞ്ഞ ഡേറ്റിൽ പരീക്ഷ എഴുതി, അതെഴുതിയാൽ മതി പാസ്സാവുമെന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ ആ മകൻ ആ ഡേറ്റിൽ തന്നെ കൃത്യമായിട്ട് പാസ്സായി. അതായത് കർത്താവിൻ്റെ അഭിഷിക്തൻ പറയുന്ന കാര്യങ്ങൾ അത് അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ പറയുന്ന കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് തന്നെ ദൈവാത്മാവാൽ നിറഞ്ഞ് പറയുന്നതായതുകൊണ്ട് തന്നെയാണ് ആ സമയത്ത് അത് നടത്തപ്പെടുക. ഇനി അതുകൂടാതെ തന്നെ പറയുന്നത്, ഇളയ മകന് വിദേശത്തേക്ക് പോകാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു. പക്ഷേ ആ മകൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇവിടെ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 22 ലക്ഷം രൂപ വേണമായിരുന്നു. ഈ 22 ലക്ഷം രൂപയിൽ ഇവർക്ക് 10 ലക്ഷം രൂപയുടെ കയ്യിൽ ആവശ്യമുണ്ട്. അതായത് 12 ലക്ഷം രൂപ ഇവർ കണ്ടെത്തി. പക്ഷേ 10 ലക്ഷം രൂപ കൂടെ പിന്നെ കണ്ടെത്തണം. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് സമയത്ത് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഈ മകൾ ലോണിനൊക്കെ അപ്ലൈ ചെയ്തിട്ട് ലോണൊന്നും കിട്ടുന്നില്ല. അപ്പോൾ പോകാനായിട്ട് ഒരു സാധ്യത ഇവരുടെ മുമ്പിൽ വഴി തുറന്നിട്ടില്ല. ഈ തുറക്കപ്പെടാത്ത സമയത്താണ് ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടി അമ്മ മാതാവിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ സംഭവിക്കണത് എന്താണ്? അമ്മ മാതാവ് പ്രത്യേകമായിട്ട് മനസ്സിൽ ഓർമ്മിപ്പിക്കേണ്ട 2 വ്യക്തികളെ പോയി കാണുക. അപ്പോൾ ആ 2 വ്യക്തികളെ ചെന്ന് കാണുന്ന മാത്രമല്ല തന്നെ അവർ പറയുകയാണ്, ഇത് ഒരു നല്ല കാര്യത്തിനുണ്ടല്ലോ, തീർച്ചയായിട്ടും ഞങ്ങൾ തരും. അപ്പോൾ അതുകൊണ്ട് ആ 2 വ്യക്തികളെ മനസ്സിൽ അമ്മ മാതാവ് തോന്നിപ്പിച്ച ആ വ്യക്തികൾ തന്നെ ആ 10 ലക്ഷം രൂപ ഇവർക്ക് കൊടുത്തു. ആ മകനവിടെ പോയി പാർട്ട് ടൈം ജോലിയായി. അതോടൊപ്പം തന്നെ ആ മകനവിടെ സന്തോഷമായിട്ട് ഇപ്പോൾ അവിടെ കഴിയുന്നുണ്ട്. ഇനി മൂത്ത മകനാണെങ്കിൽ ഡൽഹിയിൽ പോയിട്ട് എക്സ്പീരിയൻസിന് വേണ്ടി പോയി. 5000 രൂപക്കാണ് അവിടെ ആ മകൻ ബുദ്ധിമുട്ട് അനുഭവിച്ച് അവിടെ നിന്ന് വർക്ക് ചെയ്ത് വർക്കിംഗ് എക്സ്പീരിയൻസുമായിട്ട് തിരിച്ചു വന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം അത് കുറേ നാളിങ്ങനെ ബുദ്ധിമുട്ട് നിൽക്കുമ്പോൾ അമ്മ മാതാവിനോട് പ്രത്യേകമായിട്ട് ഈ മകൾ പറയുക, എല്ലാ കാര്യങ്ങളും മുടക്കമില്ലാതെ ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു മുടക്കം പോലും ഇല്ലാതെ കൃത്യമായിട്ട് ഈ മകൾ എല്ലാ മാസവും വന്ന് കൃത്യമായിട്ട് അമ്മ മാതാവിൻ്റെയൊക്കെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പറയുകയാണ്, അമ്മ അവിടെ ചെന്നിട്ട് ജോലിക്കൊന്നും റെഡിയാകുന്നില്ല. ഒരു ദിവസം രണ്ട് യുവാക്കൾ ആ മകൻ നിൽക്കുന്നിടത്ത് ആ ഫ്ലാറ്റിൻ്റെ താഴെ കാറ് പാർക്ക് ചെയ്യാൻ വന്നു. അപ്പം അങ്ങനെ അവിചാരിതമായിട്ട് മുട്ടിയ ആ ഒരു പയ്യനോട് ചോദിച്ചു, നീ നിൽക്കുന്ന കമ്പനിയിൽ എന്തെങ്കിലും ഒഴിവുണ്ടോ എന്ന് ചോദിച്ചു. അമ്മ മാതാവ് പ്രവർത്തിക്കുന്ന വഴികളൊന്നും ശ്രദ്ധിക്കണം കേട്ടോ. ആരും അറിയാത്തൊരു വ്യക്തിയോട്, ഒരു പരിചയമില്ലാത്ത ഒരു വ്യക്തിയോട് എന്ന് ചോദിക്കുകയാണ്, അവിടെ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന്. അപ്പോൾ തന്നെ ആ മകൻ പറയുകയാണ്, അവിടെ ഒരു ഒഴിവുണ്ട്, പക്ഷേ മാനേജർ ഒരു പാകിസ്ഥാൻകാരനാണ്, പക്ഷെ നീ ഭയപ്പെടേണ്ട, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ പറയുകയും ചെയ്തു, അവിടെ ഒരു ഇന്ത്യക്കാരൻ കൂടി ഉണ്ടായിരുന്നു അതേ പോസ്റ്റിൽ, പക്ഷേ ആ മനുഷ്യൻ അവിടെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ജോലി അവിടെ കിട്ടത്തില്ല. അപ്പോൾ ഈ മകൻ ആ വ്യക്തി പറഞ്ഞതനുസരിച്ച് അവിടെ ചെന്നു, മാനേജറിനെ കണ്ടു. മാനേജർ വേണ്ട സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടു. പിറ്റേ ദിവസം തന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ജോയിൻ ചെയ്ത് മാത്രമല്ല, ജോയിൻ ചെയ്ത ഉടനെ ഈ മകൻ സന്തോഷമായിട്ട് വീട്ടിൽ വിളിച്ചറിയിച്ചു. ഈ മകൾ ഇവിടെ വന്ന് വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, നിനക്ക് ആദ്യം കിട്ടുന്ന ശമ്പളത്തിൻ്റെ അമ്മക്ക് തന്നെ അത് കൊടുക്കണം. അതായത് വേറെ ഒന്നും കൊണ്ടല്ല, അമ്മ മാതാവാണല്ലോ തരണത്. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഈ മകനത് ചെയ്തു. ഉടനെ തന്നെ സാലറി വർദ്ധിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവൻ പറഞ്ഞു, ഇനി വർദ്ധിക്കത്തില്ല അമ്മ, ഒരു കാരണം വെച്ചാൽ സാലറി വർദ്ധിക്കാനായിട്ടൊരു വഴിയും കാണണില്ല. പക്ഷെ അമ്മ പറഞ്ഞു, അത് കുഴപ്പമില്ല, അമ്മ മാതാവ് ഇടപെട്ടുള്ളൂ എന്ന് പറഞ്ഞു. അടുത്ത മാസം ഈ മകൻ്റെ സാലറി വന്നിട്ട് ആ മകൻ തന്നെ മാനേജറിനെ വിളിച്ച് ചോദിച്ചെന്നാണ് പറയുന്നത്, ഇത് എനിക്ക് തന്നെ വന്നതാണോ എന്ന്. അതായത് അപ്പോൾ എന്നോട് പറഞ്ഞതാണ്, അതായത് മാനേജർ വന്നിട്ട് പറയുകയാണ്, നിനക്ക് പൈസ അത് വേണ്ടെങ്കിൽ എനിക്കിങ്ങോട്ട് തിരിച്ചു തന്നേക്കെന്നുള്ള രീതിയിൽ പറഞ്ഞു. അതായത് ആഗ്രഹിച്ചതിൻ്റെ ഇരട്ടിയായിട്ട് അമ്മ മാതാവ് ആ ജോലിയിൽ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് ശമ്പള വർധനവോടുകൂടി തന്നെ ആ മകനെ അവിടെ നിലനിർത്തി എന്നുള്ളതാണ്. ഇന്ന് മനസ്സിലാക്കുക, വിദേശത്താണ് മകൻ, പക്ഷെ ഉടമ്പടി ചെയ്തത് അമ്മയാണ്.
അമ്മ ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് ഓരോ മാസവും ആ മകന് വേണ്ടി പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ദൈവത്തോട് കരഞ്ഞു വിളിച്ചതുകൊണ്ട് എന്താണ് അത്ഭുതങ്ങൾ അമ്മ മാതാവ് സഞ്ചാരമാതാവ് എന്നൂടെ പറയും കൃപാസന മാതാവിന്. കാരണം എത്ര കാതങ്ങൾ താണ്ടി അമ്മ സഞ്ചരിച്ച് ചെല്ലും. ആ മേഖലകൾ ഏതൊക്കെ തടസ്സമാണ് ആ തടസ്സത്തേക്ക് എടുത്ത് മാറ്റിക്കൊണ്ട് അമ്മ മാതാവ് അനുഗ്രഹത്താൽ നിറയ്ക്കും. ഇപ്പോൾ പരിശുദ്ധമ്മയുടെ വലിയ അനുഗ്രഹത്തിന് ഈ സഹോദരിക്കും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് സ്തുതിച്ച് പറയാം. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം.